സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഇത് കോഴികൾക്ക് വണ്ണം കൂടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് വലുതാവാൻ വേണ്ടി ഹോർമോൺ കുത്തിവെക്കുന്നത്. അതിനെ പറ്റി എന്താണ്? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കൽപ്പകഞ്ചേരിക്കാരനായ സാലിഹിന്റെ പൗൾട്രി ഫാമിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിച്ചത്. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയമായ രൂപത്തിൽ വളർത്തുന്ന ഇവക്ക് നാച്ചുറലായ കോഴിത്തീറ്റ മാത്രമാണ് സാലിഹ് നൽകി വരുന്നത്. തൻ്റെയും സുഹൃത്തുക്കളുടെയും കഠിനാധ്വാനത്തിലൂടെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ഈ യുവ സംരംഭകൻ. ഇദ്ദേഹത്തിൻ്റെ കോഴി വളർത്തലും പരിപാലന ക്രമവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിന് മാത്രം 1000. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് 1000 ചില്ല. ഡ്രിപ്പിംഗ് സിസ്റ്റത്തിലൂടെയാണ് കോഴികൾക്ക് വെള്ളം നൽകുന്നത്. അതുകൊണ്ട് തന്നെ താഴെ വിരിച്ച ലിറ്റർ നനയാതെയും തന്മൂലം കോഴികൾക്ക് അസുഖങ്ങൾ വരാതെയും സംരക്ഷിക്കാൻ സാധിക്കുന്നു. കോഴികളുടെ എണ്ണം, ഉൽപാദനശേഷി, തീറ്റയുടെ അളവ്, ആരോഗ്യ നിലവാരം, മരണനിരക്ക് തുടങ്ങിയവയാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഈ പൈപ്പ് ഡിപ്പിംഗ് സിസ്റ്റം കൊടുക്കാനുള്ള കാരണം എന്താണ്? അതാകുമ്പോ ഫാം എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും, കച്ചറകൾ ഉണ്ടാവില്ല, സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ ഇത് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്മെല്ല് ഉണ്ടാവില്ല. ഡീപ്പ് ലിറ്റർ സമ്പ്രദായത്തിലൂടെ വളർത്തുന്ന കോഴികൾക്ക് വെള്ളവും തീറ്റയും സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നതിന് ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിലത്ത് ലിറ്റർ വിരിച്ച് വളർത്തുന്ന രീതിക്കാണ് ഡീപ്പ് ലിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ലിറ്ററായി ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിച്ചോറാണ്. ഈ താഴെട്ടുള്ള എന്താണ് സാധനം? ഇത് നമ്മുടെ ചകിരിച്ചോറ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ചകിരിച്ചോറ് ഇപ്പൊ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ എത്ര ചാക്ക് കണ്ടു? അത് ചാക്കായിട്ട് പിന്നെ അല്ലെങ്കിൽ ലോഡായിട്ടാണ് വരിക. അതൊരു 20-25 ചാക്ക് വരും. പിന്നെ ഇതിന് ഫുഡ് കൊടുക്കാനുള്ള ട്രേ അല്ലത്. ഇത് എത്ര തവണയാണ് ഫുഡ് ഒരു ദിവസം കൊടുക്കുക? അത് ഈ ഒരു വലുതായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ 30 ദിവസം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ചൂടുകാലാവുമ്പോ ഒറ്റ നേരം കൊടുക്കുള്ളൂ. വൈകുന്നേരം മാത്രം കൊടുക്കുള്ളൂ. പിന്നെ പകല് കൊടുക്കില്ല. ആൾക്കാർക്ക് നിങ്ങൾ ഇതേപോലെ ഫീഡ് സംഭവങ്ങൾ അതിന് നോക്കാൻ വേണ്ടിട്ട് ഈ ഷെഡിലുള്ള ആൾക്കാരെ നിർത്തണം. അത് ഷെഡിന്റെ ആൾക്കാർ തന്നെ നിർത്തണം. അതിന്റെ ആ ചെലവ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ഷെഡിന്റെ ആൾക്കാര്, വെള്ളം, ഇലക്ട്രിസിറ്റി, പിന്നെ ഈ സംഭവങ്ങൾ, ഈ പാത്രങ്ങൾ അവരുടെ ഷെഡിന്റെ സെറ്റപ്പൊക്കെ അവര് ചെയ്യാം. നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെയും കൊടുക്കും. അതിനുള്ള മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും. നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡെയിലി വന്നിട്ട് ചെക്ക് ചെയ്യും. ഡെയിലി വരും, ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ഒരു 1-2 പാർട്ടികൾ ഉണ്ട്. ലാഭകരമായ കോഴി വളർത്തലിൽ അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി അനുയോജ്യമായ കോഴികളെ തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, അതിൻ്റെ ഏറ്റവും യോജിച്ച സമയത്ത് വളർത്തുക. യഥാസമയം രോഗപ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക. കൂടുകൾ വൃത്തിയും വായുസഞ്ചാരവുമുള്ളതായി സൂക്ഷിക്കുക. എല്ലാത്തിനുമുപരി കാര്യക്ഷമമായി വിപണനം എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും ഒരു ആദായകരമായ കോഴിക്കൃഷി. മുട്ടക്കോഴികളെ വളർത്തുകയാണെങ്കിൽ വർഷത്തിൽ ഏതു മാസവും കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുവാനായി തിരഞ്ഞെടുക്കാമെങ്കിലും കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയുള്ള സമയമാണ് ഉചിതമായിട്ടുള്ളത്. കാരണം ഈ സമയത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങൾ വിപണിയിൽ മുട്ടയുടെ വില വർദ്ധിക്കുന്ന സമയത്ത് ഉൽപാദനം തുടങ്ങുന്നു. മുട്ടക്കോഴികളെ വളർത്താനാണ് തീരുമാനമെങ്കിൽ വൈറ്റ് ലഗോണിൻ്റെ പല സങ്കര ഇനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അതുല്യ ഇത്തരത്തിലുള്ള ഒരു സങ്കര ഇനമാണ്.
അടുക്കള മുറ്റത്ത് വളർത്തുവാൻ യോജിച്ച സങ്കര ഇനമായ ആസ്ട്ര വൈറ്റ്, ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി മുതലായവയും പ്രചാരത്തിലുണ്ട്.